മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 ഡോക്ടർമാർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണോ വി.എസ്. അച്യുതാനന്ദൻ? ദിവ്യ, വി.എസിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള കാര്യമാണ് പട്ടം SUT ആശുപത്രിയിലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് ഉച്ചയോടുകൂടി അറിയിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് വി.എസ് ചികിത്സയിൽ തുടരുന്നത്. ഇതിനിടയിലാണ് വി.എസിന്റെ ആരോഗ്യനില കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു വിദഗ്ധരായിട്ടുള്ള 7 അംഗ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചത്. ആ ഡോക്ടർമാരുടെ സംഘം വി.എസിനെ ആശുപത്രിയിലെത്തിക്കണ്ട് വി.എസിന്റെ ആരോഗ്യനില വിലയിരുത്തിയിട്ടുണ്ട്. അതിനകത്ത് വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാർ ഈ ആരോഗ്യസ്ഥിതി വിലയിരുത്തിക്കൊണ്ട് ഇന്ന് തന്നെ അടിയന്തരമായിട്ട് വി.എസിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നൽകണം എന്നുള്ള കാര്യം കൂടി ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ആരൊക്കെയാണ് ഈ വിദഗ്ധ സംഘത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം പറയാം. കാർഡിയോളജി വിഭാഗത്തിൽ നിന്നുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ സുരേഷ് മാധവൻ, അതുപോലെ തന്നെ ന്യൂറോളജി വിഭാഗത്തിൽ നിന്നുള്ള പ്രൊഫസർ ഡോക്ടർ ചിത്ര പി, മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ഡോക്ടർ കൃഷ്ണദാസ്, അതുപോലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഡോക്ടർ അനിൽ സത്യദാസ്, നെഫ്രോളജി വിഭാഗത്തിലെ MK മോഹൻദാസ്, ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ അരുൺ, അതുപോലെ തന്നെ പൾമണറി മെഡിസിൻ വിഭാഗം A ഫത്താഹുദ്ദീൻ തുടങ്ങിയ 7 ഡോക്ടർമാരുടെ സംഘത്തെയാണ് DME നിയോഗിച്ചത്. ഈ സംഘം അല്പസമയം മുമ്പ് പട്ടം SUT ആശുപത്രിയിലെത്തി വി.എസിനെ കണ്ടിരുന്നു. വി.എസിന്റെ ആരോഗ്യനില വിലയിരുത്തുകയും ചെയ്തിരുന്നു. നിലവിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നിലവിൽ SUT ആശുപത്രിയിൽ വി.എസിന് നൽകി വരുന്നത് ന്യൂറോളജി, കാർഡിയോളജി, നെഫ്രോളജി, അതുപോലെ തന്നെ ഇന്റൻസിവിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിലുള്ള ചികിത്സ, ആ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ സംഘം വി.എസിനെ പരിചരിച്ചു വരികയാണ്. അതിനും അപ്പുറത്തേക്കാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം, വിവിധ വിഭാഗങ്ങളിലുള്ള 7 അംഗ ഡോക്ടർമാരുടെ സംഘം വി.എസിനെ ആരോഗ്യനില വിലയിരുത്തിയത്. എന്താണ് വി.എസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പഠിച്ചുകൊണ്ട് ഇന്ന് തന്നെ DMEക്ക് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് നൽകിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വി.എസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി.എസ്. അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നേക്ക് 8ാം നാൾ പിന്നിടുകയാണ്. ഇന്ന് SUT ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് നില ഗുരുതരമാണ് എന്നുള്ള വിവരം ആദ്യമായി പുറത്തു വന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ പുരോഗതിയുണ്ട്, തൽസ്ഥിതി തുടരുന്നു എന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇന്ന് ഗുരുതരമാണ് എന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനായിരുന്നു പുറത്തു വന്നിരുന്നത്. അതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ആരോഗ്യനില വിലയിരുത്താൻ DME നിർദ്ദേശം നൽകിയത്. വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. നിലവിൽ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ വേണ്ടി വിദഗ്ധ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.